ഈ ഒരു വീടിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് വേറൊരു റോഡ് കൂടെ ഉണ്ട് കേട്ടോ. അവിടെ ഒരു പർഗോളയുണ്ട്. ഇത് ഡബിൾ ഹൈറ്റ് ആയിട്ട് വരുന്ന ഒരു സ്പേസ് ആട്ടോ. അവിടെ നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തേക്കുന്നതാണ്, LED ലൈറ്റ്. ഒരു യൂട്ടിലിറ്റി സ്പേസ് ആവശ്യമാണല്ലേ, പക്ഷേ അതിനോടൊപ്പം തന്നെ ഒരു സ്റ്റഡി ഏരിയ കൂടെ കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? അതെ, അത്തരത്തിലാണ് ഇവിടെ ഇവർ സ്റ്റഡി ഏരിയയും യൂട്ടിലിറ്റീസ് ഏരിയയും കൂടെ ഒരുമിച്ച് ഒരുക്കിയിരിക്കുന്നത്. നല്ല വലിയ ഡൈനിങ് സ്പേസ് ആണ് കേട്ടോ. ഇനി അടുക്കളയ്ക്ക് ഉള്ളിലേക്ക് വരാം. അത്യാവശ്യം വലുപ്പമുള്ള അടുക്കള, ഒരു 3 പേർക്ക് അല്ലെങ്കിൽ 4 പേർക്കൊക്കെ സുഖമായിട്ട് നിന്ന് പെരുമാറുവാൻ പറ്റുന്ന വലുപ്പമുള്ള അടുക്കള. ഒരു ബീച്ച് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു അടുക്കള ഇവർ ഒരുക്കിയിരിക്കുന്നത്. പല ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നമ്മൾ സത്യം പറഞ്ഞാൽ ചിലപ്പോൾ കോംപ്രമൈസ് ചെയ്യാറുണ്ട്. ചില കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ഇത് എത്രയൊക്കെ മതിയെന്നേ, ഇനി ഇതിൽ കൂടുതലൊന്നും വേണ്ട, അങ്ങനെ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാറുണ്ടോ? ചിലപ്പം കോംപ്രമൈസ് ചെയ്യേണ്ടി അറിയാതെ ചില ആവശ്യങ്ങൾ വരും. കാരണം ഉദാഹരണം പറഞ്ഞ് ഇപ്പോൾ ഒരു വീട് തന്നെ വേണം. ചിലപ്പോൾ നമുക്ക് വേണ്ടത് ഒരു 1500 സ്ക്വയർ ഫീറ്റ് ആകും. പക്ഷേ നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടോ നമുക്ക് ചിലപ്പോൾ ഒരു 1000 സ്ക്വയർ ഫീറ്റ് താഴെയുള്ള വീട് പണിയുവാനേ അല്ലെങ്കിൽ വാങ്ങിക്കുവാനൊക്കെ പറ്റുള്ളൂ. അപ്പം ചില ആഗ്രഹങ്ങൾ നമ്മളിങ്ങനെ കോംപ്രമൈസ് ചെയ്യും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കോംപ്രമൈസ് ചെയ്യുന്ന അത്രയും നല്ല കാര്യമല്ല. കാരണം കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളങ്ങ് അതിൽ ഒതുങ്ങിപ്പോകും എന്നൊരു ചിന്ത എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ പറയുന്ന കാര്യം ഉള്ളതാണോ അല്ലെങ്കിൽ എനിക്ക് തോന്നലാണോ, ഇനി നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നിങ്ങളുടെ തോന്നലും അഭിപ്രായങ്ങളും കമൻറ്റിൽ പറഞ്ഞു കേട്ടോ. തീർച്ചയായിട്ടും ഇത് കമൻറ്റിൽ പറഞ്ഞിട്ടേ ബാക്കി മുമ്പോട്ട് പോവുള്ളൂ കാണുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ സാധാരണഗതിയിൽ ആദ്യമേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കഥകളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല, നിങ്ങളൊക്കെ ചെയ്യുമെന്നൊക്കെ വിശ്വസിക്കുന്നു. ഞാൻ ഇപ്പോൾ നിങ്ങളൊരു വീട് കാണിക്കാനാണ് വന്നത്. ഈ കാണുന്ന വീടാട്ടോ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ കങ്ങരപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്, ഈ വീട് നിൽക്കുന്നത്. അപ്പോൾ എറണാകുളം ജില്ലയിലെ കങ്ങരപ്പടി എന്നുള്ള സ്ഥലം എറണാകുളം ജില്ലയെ പറ്റി അറിയാവുന്ന ആളുകളും അല്ല ഈ ഭാഗത്തൊക്കെ വീട് നോക്കുന്ന ആളുകൾക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ദൂരം തന്നെ നമുക്ക് ആദ്യം പറഞ്ഞു, ഇവിടെ നിന്ന് എടപ്പള്ളിയിലേക്കുള്ള ദൂരം 6.1 കിലോമീറ്ററാണ്. എടപ്പള്ളിയിലേക്കുള്ള കൃത്യമായിട്ടുള്ള ദൂരം. അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇൻഫോ പാർക്കിലേക്കുള്ള ദൂരം നോക്കിയാൽ 4.2 കിലോമീറ്ററാണ് ഇവിടെ നിന്ന് ഇൻഫോ പാർക്കിലേക്കുള്ള ദൂരം. അപ്പം നിങ്ങൾ ടെക്കിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് പറ്റിയ ലൊക്കാലിറ്റി തന്നെയാണ്. അതിനകത്ത് യാതൊരു വിധമായ സംശയം വേണ്ട. പക്ക ആപ്റ്റായിട്ടുള്ള ലൊക്കേഷനാണ്. ഇനി അടുത്ത് അറിയേണ്ടത് ഈ ഒരു പ്രോപ്പർട്ടിക്ക് മുമ്പിലുള്ള റോഡ് എങ്ങനെയാണെന്നുള്ളത്, വഴി എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ടാർ റോഡാണ്. ഓക്കെ, എന്തോരം വീതി ഉണ്ടെന്നും നല്ല വീതിയുള്ള ടാർ റോഡ് തന്നെയാണ്. കാരണം നമ്മളൊരു വീട് വാങ്ങിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും വീടിൻ്റെ ഫ്രണ്ടിലുള്ള റോഡ് 2 വാഹനങ്ങൾ അറ്റ് എ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് പോകാൻ പാകത്തിനുള്ള വീതി നമുക്ക് വളരെ ആവശ്യമാണ്. ഇല്ലെങ്കിൽ നമ്മൾ ഏറെ ബുദ്ധിമുട്ടും. എന്തായാലും ഇവിടെ ഇത് ടാർ റോഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഈ വീട്, നമുക്കിനി ഈ വീടിനെ പറ്റി പറയാം. ഈ വീട് തീർച്ചയായിട്ടും ഒരു കോമ്പൗണ്ടിനുള്ള, അതായത് ഒരു 3-4 ഇഞ്ച് വീടിരിക്കുന്ന ഒരു ഭാഗത്തിരിക്കുന്ന വീടല്ല. അതുകൊണ്ട് തന്നെ ഇതൊരു കുറച്ചുകൂടെ പ്രൈവസി നമുക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഇനി വേറൊരു കാര്യം കേട്ടോ, ഈ ഒരു വീടിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് വേറൊരു റോഡ് കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 2 ഭാഗത്തും, അത് 2 സൈഡിലും നമുക്ക് വഴി കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു വീടിൻ്റെ 2 സൈഡിൽ നിന്നും ആ ഒരു ലുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അതാണ് ഈ ഒരു വീടിൻ്റെ എടുത്ത് പറയേണ്ട പ്രത്യേകത. ഈ ഒരു സൈഡിൽ നിന്നും വ്യൂ ഉണ്ട്, ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഉണ്ട്. ഈ വീട് ആക്ച്വലി കിഴക്ക് ദിശയിലേക്കാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നത്. അതേപോലെ തന്നെ ആ മതിൽ നോക്കിയേ, മതിലിൽ നിങ്ങൾ 2-way LED ലൈറ്റ്സ് കണ്ടോ? അതേപോലെ തന്നെ ആ ഒരു ക്ലാഡിങ് സ്റ്റോണിൻ്റെ ഡിസൈൻ വർക്ക് കണ്ടോ? നല്ല ഭംഗിയില്ലേ? ആ ഒരു ലൈറ്റും ആ ഒരു ക്ലാഡിങ് സ്റ്റോണിൻ്റെ ഡിസൈനോടൊക്കെ വരുമ്പോൾ സംഗതി നല്ല ഭംഗിയായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടോ? എനിക്കിഷ്ടപ്പെട്ടു. കാഴ്ചയിൽ തന്നെ ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ എനിക്ക് ആ ഒരു കാഴ്ചയിൽ ഇഷ്ടപ്പെട്ടു. തൊട്ട് ചേർന്ന് ഓപ്പോസിറ്റ് ഒരു പുതിയ വീട് പണിയുന്നുണ്ട് കേട്ടോ. ഇത് സ്വന്തം ആവശ്യത്തിന് പണിയുന്നതാണോ വിൽക്കാൻ പണിയുന്നതാണോ എന്ന് എനിക്കറിയില്ല. വിൽക്കാൻ പണിയുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ടിലും അതേപോലെ തന്നെ ആ ഒരു 2-way കോൺവെക്സ് LED ലൈറ്റുകളുടെ ഡിസൈൻ ഒന്നുണ്ട്. ഇത് ഇഷ്ടപ്പെട്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഗേറ്റിലേക്ക് നോക്കിയാലോ. GIയുടെ സ്ക്വയർ ട്യൂബും HVL ഷീറ്റും വെച്ചിട്ടാണ് ഗേറ്റിനെ നിർമ്മിച്ചിരിക്കുന്നത്. ഗേറ്റ് സ്ലൈഡിങ് ഗേറ്റ് ആണെന്ന് തോന്നുന്നത്, ആണ് കേട്ടോ ഫുള്ളും. അപ്പോൾ ഈ ഒരു ഭാഗം മാത്രം അല്പം ഉള്ളിലേക്ക് തുറക്കും. ഇത് കണ്ടോ, ഐസ് ക്യൂബ് കണക്കുള്ള ലൈറ്റ്സ് ആണ് ആ ഒരു ഗേറ്റിൻ്റെ തൂണിൻ്റെ മുൻവശത്തായിട്ട് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം സിമ്പിളായിട്ട് സ്ലൈഡായി പോകുന്നുണ്ട് കേട്ടോ. ഗേറ്റ് ഈസി ആയിട്ട് തന്നെ നമുക്ക് സ്ലൈഡ് ആക്കാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ ഡിസൈൻ ഒന്ന് കൃത്യമായിട്ടൊന്ന് നോക്കി അവലംബിച്ചെടുത്താലോ. അപ്പോൾ വീടിൻ്റെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബോക്സി ഡിസൈൻ, ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ആ ഒരു സ്ക്വയർ ആ ഒരു ബോക്സ് ഡിസൈൻസ് അത് കൊടുത്തേക്ക് നമുക്ക് കാണാം. പിന്നെ ആ ഒരു ബ്രൗൺ കളറിനെ നമുക്ക് പലയിടത്തും കാണാൻ പറ്റും. പിന്നെ ആ ഒരു സൈഡിലും ആ ഒരു ക്ലാഡിങ് സ്റ്റോണിൻ്റെ വർക്ക് ഉണ്ട്. പിന്നെ ഏറ്റവും മുകളിലത്തെ ആ പരപ്പിൻ്റെ മുകളിലെ ആ ഒരു ഷേപ്പ് ഡിസൈൻ്റെ താഴത്ത് അവിടെ നല്ലൊരു ടെക്സ്ചർ വർക്ക് ഉണ്ട്. എനിക്ക് LED ലൈറ്റ്സിൻ്റെ ആ ഒരു ഡിസൈൻ, ആ ഒരു കോൺവെക്സ് ലൈറ്റിൻ്റെ കൃത്യമായിട്ട് ഒരു ഭംഗി കൃത്യമായിട്ട് ഈ ഒരു സമയത്ത് നമ്മൾ ഒരു വൈകുന്നേര സമയത്താട്ടോ അപ്പോൾ ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് ഏകദേശം ആസ്വദിക്കാൻ പറ്റും. കൃത്യമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന തന്നെ തരത്തിലുള്ള ഒരു സമയമാണ് ഇപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്തേക്കുന്നത്. അപ്പോൾ കോമ്പൗണ്ടിനുള്ളിലേക്ക് കയറിയാലോ. ഇവിടെ നോക്കിയേ, കല്ലുകൾ നോക്കിയേ. അപ്പോൾ ഈ മുറ്റത്ത് ഇവർ പാകിയത് ബാംഗ്ലൂർ സ്റ്റോൺസ് ആണ്. ഇടഭാഗങ്ങളിലായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ പുല്ലുകൾ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രസത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ നേരെ കയറി വരുന്നത് നമ്മുടെ കവേർഡ് കാർ പാർക്കിങ്ങിലേക്കാണ്. ഇവിടെ നമുക്ക് വലിയൊരു വാഹനം പാർക്ക് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു ഇന്നോവ പാർക്ക് ചെയ്യാം. വലിയൊരു ഇന്നോവ പാർക്ക് ചെയ്യുമ്പോൾ
വേണ്ട ഇന്നോവ നമ്മുടെ ഇപ്പോൾ ഏറ്റവും പുതിയ ഏതാ ഇന്നോവ ക്രിസ്റ്റ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആ ഒരു ക്രിസ്റ്റ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു MG കോമറ്റ് കൂടെ പാർക്ക് ചെയ്യാം. അതിന് വേണ്ടിയുള്ള ചെറിയൊരു സ്പേസും കൂടെ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇലക്ട്രിക് വാഹനം ഈ കോമറ്റ് പാർക്ക് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ചാർജ് ചെയ്യണ്ടേ, അതിനുവേണ്ടി ഒരു പവർ പ്ലഗ് ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ചെടിയൊക്കെ ഇത് ഒറിജിനൽ തെച്ചിപ്പൂവാണ് കേട്ടോ. തെച്ചി ഇതിന് ഇനി അതിൻ്റെ ഹൈബ്രിഡോ അങ്ങനെ എന്തെങ്കിലും വേർഷൻ ആയിരിക്കും, അതെല്ലാം കാണാൻ അതിൻ്റെ ഇലയൊക്കെ ചെറുതാണ്. ഇനി ഇതാ ഈ ഒരു ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെയായിട്ട് ഇവർ കുറച്ച് ചെടികളും മറ്റു കാര്യങ്ങളും അല്ല ചെറിയൊരു കുഞ്ഞ് ഗാർഡൻ സ്പേസ് ഒക്കെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടേക്ക് വന്നെങ്കിൽ വീടും ചുറ്റുമുതലുമായിട്ട് ഏകദേശം ഇത്രത്തോളം ഗ്യാപ്പ് ഈ ഒരു ഭാഗത്തുണ്ട്. അതുമാത്രമല്ല ഇവിടെ കുറച്ച് ചെടികൾ ഈ ഒരു ഭാഗത്തായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ദാ ഇവിടെയായിട്ടാണ് മീറ്റർ ബോക്സിൻ്റെ സ്ഥാനം, ദാ ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അതാണെങ്കിൽ ഈ മീറ്റർ ബോക്സിൻ്റെ മുകളിലുള്ള ലൈറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കൊള്ളാം, നല്ല രസമുണ്ടല്ലേ, നല്ലൊരു ഫാൻസി ലൈറ്റിനെ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയ ബേബി മെറ്റൽസ് ആണ് ഈ ഒരു ഭാഗത്തായിട്ട് ഇവർ കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഈ വെള്ളമൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇറങ്ങി അവിടേക്ക് തന്നെ പൊക്കോളും, ഒന്നും പുറത്തേക്ക് പോകത്തില്ല, നമ്മുടെ ഭൂമിക്കുള്ളിലേക്ക് തന്നെ ഇറങ്ങി ചെന്ന് ചെയ്യുകയും ചെയ്യും. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ നമുക്ക് രണ്ടാമത്തെ വണ്ടി പാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു നമ്മുടെ പഞ്ച് കണക്ക് അങ്ങനെയുള്ളൊരു വാഹനം, അതല്ലെങ്കിൽ ഇഗ്നിസ് പോലുള്ള ഒരു വാഹനം, അല്ലെങ്കിൽ ഒരു ഹാച്ച് ബാഗ് വാഹനമൊക്കെ സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും. അതിനുള്ള സ്പേസ് എന്തായാലും ഈ ഒരു ഭാഗത്തുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഏകദേശം 1500 ലിറ്ററോളം വെള്ളം സംഭരിക്കാൻ പറ്റുന്ന ഒരു ടാങ്ക് ഇവിടെയുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ KW വാട്ടർ കണക്ഷന് വേണ്ടിയിട്ടാണ്. ഈ ഒരു കോർണറിലായിട്ട് KW വാട്ടർ കണക്ഷൻ എടുത്തു വെച്ചേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടാങ്കാണ് അവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെയായിട്ട് ഒരു കിണറും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഒരു കിണറിൻ്റെ സ്ഥാനം. അതൊരു ഹാഫ് സർക്കിളിലായിട്ട് കുറച്ച് സ്പേസ് സേവ് ചെയ്യുന്ന തരത്തിൽ തന്നെ ഈ ഒരു ഭാഗത്തെ അവർ കൊടുത്തേക്കും നമുക്ക് കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ആ ഒരു ക്ലാഡിംഗ് സ്റ്റോണിൻ്റെ ഡിസൈൻ, വീടിൻ്റെ ഡിസൈൻ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു. അവിടെ 4-way കോൺവെക്സ് ലൈറ്റുകൾ കൊടുത്തേക്കും നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ ഉള്ളത് കണ്ടാൽ കേട്ടോ. ഇനി ഈ ഒരു ഭാഗത്തേക്ക് വന്നേ നോക്കിയേ, വീടിന് ചുറ്റും നല്ല സ്ഥല സൗകര്യമുണ്ട്, നല്ല സ്പേസ് ഉണ്ട്. ഈ ഭാഗം ഇത്രയും ഒട്ടും തന്നെ ചേർന്നോ ഇടുക്കമോ ഞെരുക്കമോ ഒന്നും ഇവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇവിടെയും ചെറിയ ബേബി മെറ്റൽസ് ആണ് ഇവരിവിടെ ഉപയോഗിച്ചേക്കുന്നത്. ഇനി നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് പോയാലോ. ഇവിടെയായിട്ടാണ് സിറ്റ് ഔട്ടിൻ്റെ സ്ഥാനം. എനിക്ക് ആകെ ഒരു പരിഭവമുള്ളത് സിറ്റ് ഔട്ട് കുറച്ചുകൂടെ സ്പേഷ്യസ് ആകായിരുന്നു. 2400 സ്ക്വയർ ഫീറ്റ് അല്ലേ ഉള്ളത് വീട്, അപ്പോൾ കുറച്ചുകൂടെ വലിപ്പം സിറ്റ് ഔട്ടിന് പ്രതീക്ഷിക്കാം. പക്ഷേ ഇവിടെ അത്രയും സ്പേസ് ഇല്ല, കറക്റ്റ് ജസ്റ്റ് ഒരു പാസേജ് സ്പേസ് മാത്രമാണ്. അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് ഇവരിവിടെ സിറ്റ് ഔട്ടിനെ ഒരുക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ തരത്തിലുള്ള സിറ്റ് ഔട്ടാണോ ഇഷ്ടം, അതോ ഇച്ചിരി വലിയ കുറച്ച് കസേരയൊക്കെ ഇടാൻ പറ്റുന്ന തരത്തിലുള്ള സിറ്റ് ഔട്ടാണോ? കമൻറ്റ് പറഞ്ഞാൽ കേട്ടോ. ഇനി അതാണെങ്കിൽ ഇവിടെ തൂണുകൾക്കൊന്നും ടെക്സ്ചർ വർക്കോ മറ്റു കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. വളരെ സിമ്പിളായിട്ട് ആ ഒരു ഗ്രേ കളർ കോമ്പിനേഷനാണ് അവിടെ കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് മെയിൻ ഡോറിലേക്ക് വരാം. തടികൾ നോക്കണ്ടേ, തടികൾ ആനിലി, മഹാഗണി, തേക്ക്, ഈ 3 മരങ്ങളാണ് ഇവിടെ തടികൾക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ മെയിൻ ഡോറ് വളരെ സിമ്പിളായിട്ട് ഡിസൈൻ, ഒരു 60-40 അനുപാതത്തിൽ ഇരുവശങ്ങളിലേക്കും തുറക്കാവുന്ന തരത്തിലുള്ള ഒരു ഡോറിനെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് തുറന്ന ഉള്ളിലേക്ക് കയറാം കേട്ടോ. നേരെ കയറി വരുന്ന ഒരു ഇടനാഴി സ്പേസ് ആണ്, കുറച്ച് ഇടനാഴി സ്പേസ്. ഒരു സൈഡിലായിട്ട് നമുക്കൊരു പാർട്ടീഷൻ വർക്ക് കാണാം. മൾട്ടിവുഡിൽ നല്ല മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പാർട്ടീഷൻ വർക്ക് കാണാം. ഇതിൻ്റെ ഈ ഉള്ളിലായിട്ട് ഇവിടെയായിട്ടാണ് നമ്മുടെ ഫോമൽ ലിവിങ് ഏരിയ ഒരുക്കിയിരിക്കുന്നത്. എന്ത് സ്പേഷ്യസ് ആയ ഫോമൽ ലിവിങ് ഏരിയ നോക്കിയേ, നല്ല സ്ഥല സൗകര്യമുള്ള വിശാലമായ ഫോമൽ ലിവിങ് ഏരിയ ആണ്. ഇവിടെയായിട്ട് നമുക്ക് വലിയ ജനാല കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കാർ പോർച്ചിലേക്ക് തുറക്കുന്ന ജനാലയാണ്. അതേപോലെ തന്നെ ഫ്രെയിം വർക്കുകൾ ചെയ്തേക്ക് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഒരു ഭിത്തി നോക്കിയേ, ഇവിടെ നല്ലൊരു ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. 2 സൈഡിൽ 2 ഒറ്റപ്പാളികളുടെ ജനാല കൊടുത്തിട്ടുണ്ട്. ഇനി മുകളിലേക്ക് നോക്കിയേ, അവിടെ ഒരു പർഗോളയുണ്ട്. ഇത് ഡബിൾ ഹൈറ്റ് ആയിട്ട് വരുന്ന ഒരു സ്പേസ് ആട്ടോ. അവിടെ നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തേക്കുന്നതാണ്, LED ലൈറ്റ് അല്ലേ, നല്ല ഭംഗിയുള്ള പിരിഞ്ഞ് കിടക്കുന്ന തരത്തിലുള്ള LED ലൈറ്റിനെ അവിടെ കൊടുത്തേക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് കാണേണ്ടത് ഇവിടെയായിട്ട് നല്ലൊരു TV യൂണിറ്റ് ഏരിയ ഒരുക്കിയിരിക്കുന്നു. ഓക്കെ, വലിയ TV തന്നെ വെക്കാൻ പാകത്തിനുള്ള TV യൂണിറ്റ് ഏരിയ ഇവിടെ നമുക്ക് കിട്ടുന്നു. താഴത്തായിട്ട് അതിൻ്റെ അനുബന്ധ ഉപകരണങ്ങൾ വെക്കാനുള്ള ധാരാളം സ്റ്റോറേജ് സ്പേസ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. വശങ്ങളിൽ ഇവിടെ നോക്കിയേ, ഇവിടെയായിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസ്, ക്ലോസ്ഡ് ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസ്, ഓപ്പൺ സ്റ്റോറേജ് സ്പേസ്, ഇനി നിങ്ങൾക്ക് ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ വെക്കാൻ പാകത്തിനുള്ള ധാരാളം സ്റ്റോറേജ് സ്പേസ് ഇവിടെ നിങ്ങൾക്ക് കാണാം. അതേപോലെ തന്നെ ഈ ഒരു പാർട്ടീഷൻ വർക്കിൻ്റെ ഇതിനകത്തേക്ക് നോക്കിയേ, ഇതിനകത്തും നിങ്ങൾക്ക് ഇൻഡോർ പ്ലാന്റുകളോ മറ്റു കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന ധാരാളം സ്റ്റോറേജ് സ്പേസ് ഇവിടെ നിങ്ങൾക്ക് കാണാം. താഴത്തായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ നിങ്ങൾക്ക് കിട്ടുന്നു. ഫ്ലോറിങ്ങിൻ്റെ ടൈലുകൾ നോക്കി, വലിയ ടൈലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വൈറ്റിൽ ആ ഒരു ലൈറ്റ് ഗ്രേ ഡിസൈൻ വരുന്ന തരത്തിലുള്ള ആ ഒരു ടൈലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ കുറച്ച് ഭാഗത്തൊരു സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്, ജിപ്സം സീലിംഗ് വർക്ക്. വളരെ സിമ്പിൾ ഡിസൈൻ വർക്കാണ് ആ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്, സീലിംഗിനകത്ത് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് പോകാം. ഇവിടെയായിട്ടാണ് നമ്മളുടെ ഡൈനിങ് സ്പേസ് വരുന്നത്.
നല്ല വലിയ ഡൈനിങ് സ്പേസ് ആണ് കേട്ടോ. 6-8 പേർക്കൊക്കെ ഇരുന്ന് ആഹാരം കഴിക്കാൻ പറ്റുന്ന സ്പേസ് ഉണ്ട് ഇവിടെ. നോക്കിക്കേ, നല്ല സ്ഥല സൗകര്യമുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നിങ്ങളുടെ സ്റ്റെയർ കടന്നു പോകുന്നത്. അപ്പോൾ സ്റ്റെയറിന്റെ ഡിസൈൻ നോക്കി, അവിടെ ഒരു പ്രൊഫൈൽ ലൈറ്റ് വെച്ചുള്ള ഒരു ഡിസൈൻ വർക്ക് നിങ്ങൾക്ക് കാണാം. താഴേന്ന് കയറി അത് നമുക്ക് സ്റ്റെയർ കയറുന്ന സമയത്ത് വിശദമായിട്ട് കാണാം. ഇനി സ്റ്റെയറിന്റെ അടിഭാഗത്തേക്ക് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നിങ്ങളുടെ വാഷ് ഏരിയ നിങ്ങൾക്ക് കാണാം. ടോപ്പ് നാനോ വൈറ്റ് ആണ്. ഈ സൈഡിൽ കൊടുത്ത ഡിസൈൻ വർക്ക് നോക്കിയേ, നല്ല രസമുണ്ടല്ലോ ഈ ഡിസൈൻ വർക്ക് കാണാനായിട്ട്. മൾട്ടിവുഡിൽ ചെയ്തേക്കുന്നതാണ്. താഴത്തായിട്ട് സ്റ്റോറേജ് സ്പേസ് എടുത്തിട്ടുണ്ട്. സെറയുടെ ഒരു ബ്ലാക്ക് ബ്യൂട്ടി എന്ന് നമുക്ക് പറയാൻ തരത്തിലുള്ള ഒരു വാഷ് ബേസിനെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് സെറയുടെ തന്നെയാണ് ഈ ഒരു ഫിറ്റിങ്സ്. മുകളിൽ കൊടുക്കുന്ന മിറർ നോക്കിയേ, ടച്ചിൽ വർക്കാവുന്ന തരത്തിലുള്ള മിററിനെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി ഇവിടെ നല്ലൊരു ടെക്സ്ചർ വർക്കാണ് ഈ ഒരു സ്റ്റെയറിന്റെ പിൻഭാഗത്തായിട്ട് വരുന്നത്. അതിന്റെ താഴത്തായിട്ട് നമുക്ക് അവിടെ നോക്കിയേ, അവിടെ ആയിട്ട് ഇൻവെർട്ടർ വെക്കാനുള്ള ഒരു സ്പേസ് കൃത്യമായിട്ടും ആ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കവർ ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടെ എടുത്ത് ഞാൻ പറയാം. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഓപ്പൺ കിച്ചന്റെ ഭാഗമാണ്. അപ്പോൾ ഓപ്പൺ കിച്ചന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ നല്ലൊരു ക്രോക്കറി ഷെൽഫിനെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വലുതല്ല എങ്കിലും ആവശ്യത്തിന് സ്ഥല സൗകര്യമുള്ള ക്രോക്കറി ഷെൽഫാണ്. ഇവിടെയൊക്കെ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സോ നിങ്ങൾക്ക് ഷോക്കേസ് ഐറ്റംസോ അല്ലെങ്കിൽ കരകൗശല വസ്തുക്കളെ ഇഷ്ടം പോലെ വെക്കാനുള്ള സ്പേസുകൾ ഈ ഭാഗങ്ങളിലായിട്ട് കിട്ടുന്നു. അതേപോലെ തന്നെ ഇവിടെയും അതിന്റെ ഒരു ഭാഗം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെയും അത്തരത്തിലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നല്ല നല്ല ക്രോക്കറി ഐറ്റംസ് ഒക്കെ വെക്കാനുള്ള സ്പേസ് ഈ ഭാഗങ്ങളിൽ നമുക്ക് കിട്ടുന്നു. ഇനി ഇവിടെയായിട്ടാണ് നിങ്ങളുടെ DBയുടെ സ്ഥാനം, ഈ ഒരു ഭാഗത്തായിട്ട്. അപ്പോൾ 3 ഫേസ് കണക്ഷനാണ് കേട്ടോ ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത്. GMന്റെ ആണ് ഉള്ളിലായി കൊടുത്തിരിക്കുന്ന ബ്രേക്കേഴ്സും മറ്റുമൊക്കെ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി ഇവിടുത്തെ സ്വിച്ചുകളും GMന്റെ തന്നെ സ്വിച്ചുകളാണ് കേട്ടോ. ഈ കൊടുത്തേക്കുന്ന ഒരു ഗ്രേ കളറിൽ വരുന്ന തരത്തിലുള്ള സ്വിച്ചുകൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. ലിവിംഗ് ഏരിയയിൽ നമ്മൾ കണ്ട അതേ ടൈലുകൾ തന്നെ, അതേ വൈറ്റ് ടൈലുകൾ തന്നെയാണ് ഇവിടെയും ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി സീലിംഗിലേക്ക് നോക്കിയേ, ഇവിടുത്തെ സീലിംഗ് വളരെ ഭംഗിയാണ്, കുറച്ച് വെറൈറ്റി ആണ് അല്ലേ. ആ ഒരു സ്ട്രിപ്പ് ലൈറ്റുകളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ആ ഒരു സ്പോട്ട് ലൈറ്റുകൾ, മിൽക്കി വൈറ്റ് നിന്നുള്ള ലൈറ്റുകളും പിന്നെ ആ ഒരു സ്റ്റാൻഡേർഡ് ആ ഒരു 3 ലീഫ് ഫാനും മാത്രമാണ് ആ ഒരു ഭാഗത്ത് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ അടുക്കളയിലേക്ക് കയറാം. അപ്പോൾ നമ്മുടെ ഈ ഓപ്പൺ കിച്ചന്റെ ഈ ഒരു പാർട്ടീഷൻ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഇവർ ചെയ്തേക്കുന്നതും. ഇവിടെ ചെറിയൊരു സെർവേരിയ, ഒരുപാട് വലുതല്ല, അത് കുറച്ചുകൂടെ വലുതായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന് തോന്നി. ഇവിടെ 2 ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. ഈ ഭാഗത്ത് LED ലൈറ്റുകളാണ് കൊടുത്തേക്കുന്നത്. ഇനി അടുക്കളയ്ക്ക് ഉള്ളിലേക്ക് വരാം. അത്യാവശ്യം വലുപ്പമുള്ള അടുക്കള, ഒരു 3 പേർക്ക് അല്ലെങ്കിൽ 4 പേർക്കൊക്കെ സുഖമായിട്ട് നിന്ന് പെരുമാറുവാൻ പറ്റുന്ന വലുപ്പമുള്ള അടുക്കള. ഒരു ബീച്ച് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു അടുക്കള ഇവർ ഒരുക്കിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് 2 ഒറ്റപ്പാളികളുടെ ജനാല, ഇവിടെ കാഫിന്റെ ഒരു ഇലക്ട്രിക് ചിമ്മിനി ഇവിടെ കൊടുത്തേക്കുന്നതാണ്. ടോപ്പ് L ഷേപ്പിലെ നാനോ വൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നോക്കി, മുകളിലായിട്ട് വരെ സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിരിക്കുന്നു. പ്രൊഫൈൽ ഹാൻഡിലുകൾ കൊടുത്തിരിക്കുന്നു. LED ലൈറ്റുകൾ ആവശ്യാനുസരണം കൊടുത്തിരിക്കുന്നു. ഇവിടെ ആവശ്യത്തിന് സ്വിച്ച് പോയിന്റുകൾ, മിക്സർ, ഇൻഡക്ഷൻ കുക്കർ തുടങ്ങിയവ ഉപയോഗിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. താഴെ കൊടുത്തേക്കുന്ന ഈ ഡ്രോ സിസ്റ്റംസ് നോക്കിയേ, നല്ല സ്ഥല സൗകര്യത്തിൽ തന്നെയാണ് ആ ഒരു ഡ്രോ സിസ്റ്റംസിനെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു ഭാഗത്തേക്ക് നോക്കി, 2 തട്ടുകളായിട്ടാണ് ഈ ഒരു സ്റ്റോറേജ് സ്പേസിനെ തിരിച്ചിരിക്കുന്നത്. നോക്കി, ആ ഒരു വൈറ്റും ബീച്ചും കളർ കോമ്പിനേഷൻ അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തായിട്ടാണ് സിങ്കിന്റെ സ്ഥാനം. ലെക്സസിന്റെ ഫിറ്റിംഗ്സ് നോക്കി, ഫ്ലെക്സിബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഫിറ്റിംഗ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വാട്ടർ പ്യൂരിഫയർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെക്കാനും പറ്റും. ഇവിടെ ഓപ്പൺ സ്റ്റോറേജ് സ്പേസും ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഡ്രോ സിസ്റ്റംസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പാർട്ടീഷൻ വർക്കിലെ നമ്മുടെ ഈ ഒരു ഭാഗം, ഈ ഒരു സെർവ് ഏരിയ, ഇതിന്റെ അടിഭാഗത്തേക്ക് നോക്കിയേ, ഇവിടെ നിങ്ങൾക്ക് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഈ സ്റ്റോറേജ് സ്പേസിന് 2 തട്ടുകളൂടെ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഉപകാരമായേനെ. 1-2 സാധനങ്ങൾ കൂടുതൽ വെക്കാം. പക്ഷെ ഇവിടെ ഇത്രയും നീളമുള്ള എന്ത് സാധനം നിങ്ങൾ വെക്കും? അവിടെ വെക്കാൻ പറ്റുന്ന എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ പറയണേ. ഈ ഒരു ഭാഗത്തായിട്ട് ഇനി നമുക്ക് ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് കാണട്ടെ. ഈ ഒരു ഭാഗത്ത് ഇവിടെ ഒതുക്കി മാറ്റി നമുക്ക് ഫ്രിഡ്ജ് വെക്കാനായിട്ട് പറ്റും. ഈ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് വെക്കാം. ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന സ്ഥലം നമുക്ക് ഒരു കാരണവശാലും വേസ്റ്റ് ആകില്ല. കാരണം ഈ ഒരു ഭാഗത്ത് ഇനി വേറെ ഒന്നും ഉപയോഗിക്കാനായിട്ട് പറ്റില്ല ഈ ഒരു കോർണറിൽ. അപ്പൊ ഈ ഒരു കോർണറിൽ തന്നെയാണ് ഫ്രിഡ്ജ് വെക്കാനുള്ള അനുയോജ്യമായ സ്പേസ്. ഇനി ഇവിടെ സീലിംഗിലേക്ക് നോക്കിയേ, നമ്മൾ നേരത്തെ ആ ഒരു ലിവിംഗ് ഏരിയയിൽ കണ്ട ചെറിയ പോർഷനിൽ കണ്ട മാതിരിയുള്ള സിമ്പിൾ ഡിസൈൻ സീലിംഗ് വർക്കാണ്. ഇവിടെ ലൂക്കന്റെ ഒരു BLDC ഫാനെ അവർ കൊടുത്തേക്കും നമുക്ക് കാണാനായിട്ട് പറ്റും. അടുക്കളയിലെ ഫ്ലോറിംഗ് ടൈലുകൾ സെയിം കളർ ടൈലുകൾ തന്നെയാണ് കേട്ടോ. ഇനി ഇവിടെയായിട്ടാണ് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോർ വരുന്നത്. അപ്പൊ ഈ ഡോർ നമ്മൾ നേരെ ഇറങ്ങും നമ്മുടെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. അപ്പൊ ഇവിടെ നല്ലൊരു വർക്ക് ഏരിയ സ്പേസ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗമൊക്കെ പോളികാർബണേറ്റ് ഷീറ്റ് വെച്ച് വളരെ ഭംഗിയായിട്ട് തന്നെ ഇവര് ഒരുക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ മുകളിൽ ഷീറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെട്ടം നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക് അല്ലെങ്കിൽ വർക്ക് ഏരിയ സ്പേസിലേക്ക് കിട്ടത്ത തരത്തിൽ തന്നെയാണ് ഈ ഒരു പോളികാർബണേറ്റ് ഷീറ്റ് വെച്ച് അവർ ചെയ്തേക്കുന്നത്. ഇനി ഈ ടോപ്പ് നോക്കിയാൽ ഗ്രാനൈറ്റ് ആണ് ടോപ്പ് വരുന്നത്. ഇവിടെ ആയിട്ട് ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. ലെക്സസ് ആണ് ഈ ഒരു ഫിറ്റിംഗ്സ് വരുന്നത്. ഇനി ഇതിന്റെ താഴ്ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസ് താഴ്ഭാഗത്തായിട്ട് കൊടുത്തേക്കുന്നതാണ്. അതേപോലെ ഫ്ലോറിലെ ടൈലുകൾ നോക്കിയാൽ ആ ഒരു വുഡൻ ഫ്ലോറിംഗ് തോന്നുന്ന തരത്തിലുള്ള ടൈലുകളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഡോറ് തുറക്കാതെ, ഈ ഡോറ് തുറന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. നമ്മൾ കിണർ കണ്ടില്ലേ, ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും. ഇവിടെ ആയിട്ട് ചെറിയൊരു ഗ്യാസ് സ്റ്റവ് വെക്കാനായിട്ട്, ഗ്യാസ് സിലിണ്ടർ വെക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഗ്യാസ് സിലിണ്ടർ പുറത്ത് വെക്കുന്നതാണോ അതോ
വീടിനുള്ളിൽ വെക്കുന്നതാണോ ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യം? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറഞ്ഞാൽ കേട്ടോ. തീർച്ചയായിട്ടും എനിക്ക് എന്തായാലും പുറത്ത് വെക്കുന്നതാണ് എനിക്കിഷ്ടം. പക്ഷേ എടുത്ത് ഇങ്ങനെ വെക്കുക ചിലപ്പോൾ ഈസി ആയിരിക്കാം. നിങ്ങളുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള കാര്യം കമൻറ്റിൽ പറയാൻ മടിക്കരുത്. ഇനി അതേപോലെ തന്നെ വീട്ടിൽ പ്രായം ചെന്ന ആളുകളൊക്കെ ഉണ്ട്. തുണി കഴുകാൻ വേണ്ടിയിട്ട് നമുക്ക് മുകളിലത്തെ നിലയിൽ ലോണ്ടറി സ്പേസിലേക്ക് പോകാൻ പറ്റില്ല. താഴത്തെ സ്പേസ് വേണം. നിർബന്ധമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇവരിതാ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസ് കൃത്യമായിട്ടും ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാഷിംഗ് മെഷീൻ ഇവിടെ താഴത്ത് വെച്ചുകൊണ്ട് തന്നെ തുണി അലക്കി എടുക്കുവാനായിട്ട് നിങ്ങൾക്ക് പറ്റും. ഇനി ഇപ്പുറത്തേക്ക് നമുക്ക് പോകാം. ഇവിടെയായിട്ടും ഒരു ഡോർ ഉണ്ട് കേട്ടോ, അതാ ഈ ഒരു ഭാഗത്തായിട്ട്. അപ്പോൾ ഈ ഡോർ പറഞ്ഞാൽ നിങ്ങളുടെ അടുക്കള മുറ്റത്തേക്ക് നിങ്ങൾക്ക് വരാം. അപ്പോൾ ഇവിടെ അത്യാവശ്യം സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ട്, ഈ ഒരു അടുക്കള മുറ്റം ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പേസ് ഇതുവഴിയായിട്ട് നമുക്ക് മുൻഭാഗത്തേക്ക് പോകാനും പറ്റും കേട്ടോ, ആ ഒരു വശത്തേക്ക്. അപ്പോൾ അത്യാവശ്യം സ്ഥല സൗകര്യം ഈ ഒരു വശങ്ങളിലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് പച്ചക്കറി തോട്ടവും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാം. അതിനുള്ള സ്പേസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഗ്രോ ബാഗുകൾ വെച്ചിട്ടായാലും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതിന് പുറകിൽ നോക്കിക്കഴിഞ്ഞാൽ പുറകിലായിട്ട് പ്ലോട്ടാണ്. പിന്നെ തൊട്ട് പുറകിലായിട്ട് വീടുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. തൊട്ട് ചേർന്ന് തന്നെ വീടുകളുള്ള ഒരു സ്ഥലമാണ്. ഇനി നമുക്ക് വീടിൻ്റെ ബെഡ്റൂമുകളിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം താഴത്തെ നിലയിലുള്ള ബെഡ്റൂമുകളിൽ കാണാം. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ബെഡ്റൂമുകൾ ആദ്യം കാണാം. നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കണ്ടിരുന്നു 3 ഫേസിൻ്റെ ആ ഒരു DBയുടെ സ്ഥാനം നമ്മൾ കണ്ടിരുന്നു. അതിനോട് ചേർന്ന് തന്നെ ഈ കാണുന്ന ഡോർ വന്നാൽ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് നമുക്ക് പോകാം. ഇവിടെ റെഡിമെയ്ഡ് സ്കിൻ ഡോറൊന്നും അല്ല കൊടുത്തേക്കുന്നത്, തടി കൊണ്ടുള്ള ഡോർ തന്നെയാണ് ഇവർ കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഉള്ളിലേക്ക് കയറിയാലോ, വാ. അപ്പോൾ നമ്മൾ താഴത്തെ ഏറ്റവും വലിയ ബെഡ്റൂമിലേക്ക് കാണുന്നത് ഇതാണ്. താഴത്തെ ഏറ്റവും വലിയ ബെഡ്റൂമും ഇവിടെ കട്ടില് സഹിതം ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. നല്ല രീതിയിൽ തന്നെയാണ് ഇത് ചെയ്തേക്കുന്നത്. എനിക്ക് അത് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടു കേട്ടോ, ഈ ഒരു കട്ടില് സഹിതം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. നമുക്ക് നീളവും വീതിയും ഒന്ന് നോക്കിയാലോ. 13.7 അടിയാണ് ഇവിടെ നമുക്ക് നീളം വരുന്നത്. വീതിയുടെ നമുക്ക് നോക്കാം 10.82 148.77 സ്ക്വയർ ഫീറ്റ് 148.77 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലിപ്പം. മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ 13.821 മീറ്റർ സ്ക്വയർ ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ 13.821 മീറ്റർ സ്ക്വയർ. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. എനിക്ക് ഇനി കട്ടിലിന്റെ കാര്യം പറയാനുള്ളത്, അപ്പോൾ ഇതിന്റെ 2 സൈഡിലായിട്ട് സൈഡ് ടേബിൾസ് കൊടുത്തിരിക്കുന്നു. ബെഡ് സ്വിച്ചുകൾ അതിനോട് ഇന്റഗ്രേറ്റ് ചെയ്ത് തന്നെ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇനി നമ്മൾ കൊണ്ടുവന്ന് മെത്ത ഇടേണ്ടത് മാത്രമേ ഉള്ളൂ. ഇനി വേറെ കാര്യമുണ്ട് കാണിക്കാറോ, ഇതിനടിയിലിതാ ഇവിടെ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. കട്ടിൽ മാത്രം ചെയ്തു വെച്ചേക്കല്ല, ഇത് വിൽക്കാനായിട്ട് അത്ര മാത്രം ചെയ്ത് വെച്ചിട്ടുണ്ട്, ഉപകാരത്തിനനുസരിച്ച് കൂടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമുണ്ട്. അപ്പോൾ സ്റ്റോറേജ് സ്പേസ് ഇവിടെ നമുക്ക് 2 സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് 3 പാളികളുടെ ജനാല ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വാർഡ്രോബ് നോക്കിയേ, റൂമിനുള്ളിലെ സ്പേസിനെ ഒട്ടും തന്നെ കളയാതെ പുറത്തേക്ക് ഇറക്കി നിർത്തിക്കൊണ്ടാണ് ഈ ഒരു വാർഡ്രോബിനെ ചെയ്തിരിക്കുന്നത്. വലിയ ഡോറുകൾ മുകളറ്റം വരെ കൊടുത്തുകൊണ്ട് ആവശ്യത്തിന് സ്ഥല സൗകര്യം വെച്ചുകൊണ്ടാണ് ഈ ഒരു വാർഡ്രോബിനെ ചെയ്തിരിക്കുന്നത്. അതിനകത്താണ് മിററിനെ കൊടുത്തേക്കുന്നത്. ഒരു സ്പെസിഫൈഡ് ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടെ എടുത്ത് പറയേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെയായിട്ടാണ് ഇവരിവിടെ കൊടുത്തേക്കുന്നത്. ഇനി ഫ്ലോറിങ്ങിന്റെ ടൈലുകൾ സെയിം ടൈലുകൾ തന്നെ, ലിവിങ്ങിലും ഡൈനിങ്ങിലും ഒക്കെ കണ്ട സെയിം കളർ ടൈലുകൾ തന്നെയാണ്. സീലിംഗിലേക്ക് നോക്കിയേ, കൊള്ളാല്ലേ, നല്ല ഭംഗിയായിട്ടുള്ള സീലിംഗ് വർക്ക്. ലൂക്കറിന്റെ ഒരു BLDC ഫാനും അവിടെ കൊടുത്തേക്കുന്നതാണ്. വാം കളറിലുള്ള സ്ട്രിപ്പ് ലൈറ്റുകളും സ്പോട്ട് ലൈറ്റുകളും എല്ലാം മിൽക്കി വൈറ്റിലുള്ള ലൈറ്റുകളുമാണ് കൊടുത്തേക്കുന്നത്. വളരെ ഭംഗിയായിട്ട് തന്നെ ആ ഒരു സീലിംഗ് വർക്കിനെയും ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെയായിട്ടാണ് നമ്മുടെ ബാത്റൂമിന്റെ സ്ഥാനം. യൂറോഡോറിന്റെ ഫൈബർ ഡോസ് ആണ് ഇവിടെ ബാത്റൂം FRP ഡോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാത്റൂമിനുള്ളിലേക്ക് കയറിയേ, നല്ല വലിപ്പമുള്ള ബാത്റൂമാട്ടോ, നല്ല സ്പേഷ്യസ് ആയ ബാത്റൂമാണ്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ക്ലോസറ്റ് ഏരിയ നമുക്ക് കാണാവുന്നത്. ഇത് കണ്ടോ, സെറയുടെയാണ് ഈ ഒരു ഫിറ്റിങ്സ് വരുന്നത് കേട്ടോ. ഇപ്പോൾ വാൾ മൗണ്ടഡ് ആയുള്ള ക്ലോസറ്റ് സെറ്റ് ആണ്. ടാങ്കും മറ്റുമൊക്കെ ഭിത്തിക്കുള്ളിലേക്ക് പോകുന്ന തരത്തിലുള്ള മോഡലിനെ ഉപയോഗിച്ചിരിക്കുന്നു. ഈ ഒരു ഭാഗത്തായിട്ട് എയർ വെന്റിലേഷൻ വിൻഡോ വരുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഒരു വുഡിന്റെ ഡിസൈൻ വരുന്ന തരത്തിലുള്ള ടൈലുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ട് നമ്മുടെ ഹീറ്റ് എന്നുള്ള പോയിന്റ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നു. ഇവിടെയായിട്ട് നമ്മളുടെ വാഷ് ബേസിൻ ഏരിയ വരുന്നു. സെറയുടെയാണ് ഈ ഒരു വാഷ് ബേസിൻ. നേരെ മുകളിലായിട്ട് മിറർ വരുന്നുണ്ട് കേട്ടോ. അതേപോലെ ലൈറ്റിനുള്ള പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. ഇനി സീലിംഗിലേക്ക് നിങ്ങൾ നോക്കിയേ, സീലിംഗിനുള്ളിലായിട്ടാണ് അവർ ആ ഒരു എക്സോസ്റ്റ് ഫാനിനെ, ഉഷയുടെ എക്സോസ്റ്റ് ഫാനിനെയും 2 ലൈറ്റുകളെയും കൊടുത്തേക്കാം. അതേപോലെ തന്നെ അതിനോട് ചേർന്ന് തന്നെ ഇവിടെയായിട്ടാണ് നമ്മളുടെ ബാത്തിൽ വലിയ റെയിൻ ഷവർ വരാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ബാത്ത് ഫിറ്റിങ്സ്. സെറയുടെയാണ് ഈ ഒരു ഫിറ്റിങ്സ് എല്ലാം വരുന്നത്. ടൈലുകൾ അങ്ങ് മുകളറ്റം വരെയും അവിടെ വരെയും ടൈലുകൾ എത്തി നിൽക്കുന്നു. അതും പ്രത്യേകതയാണ്. ബാത്റൂമിനുള്ളിൽ ഞങ്ങൾ 2 പേരിൽ നിന്ന് വട്ടം കറങ്ങിയിട്ട് അത്യാവശ്യം നല്ല സ്പേസ് ബാത്റൂമിനുള്ളിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ 2ാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ഇവിടെയായിട്ട് സ്റ്റെയറിന് തുടങ്ങുന്നതിന്റെ ഈ ഒരു ഭാഗത്തായിട്ട്, അതായത് നമ്മൾ വീടിനുള്ളിലേക്ക് പ്രവേശിച്ച് കയറി വരുന്ന ഈ ഒരു ഭാഗത്ത് ഇവിടെയായിട്ടാണ് നമ്മുടെ 2ാമത്തെ ബെഡ്റൂമിന്റെ സ്ഥാനം വരുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ബെഡ്റൂമിന്റെ അത്രയും വലിപ്പം ഈ ഒരു ബെഡ്റൂമിനില്ല. അത്രയും വലിയ ബെഡ്റൂം അല്ല ഈ ഒരു ബെഡ്റൂം കേട്ടോ. ഇത് കുറച്ച് ചെറിയ ബെഡ്റൂമാണ്.
നീളത്തിന്റെ കാര്യം പറഞ്ഞാൽ 11.76 അടിയാണ്. വീതിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ 9.25 അടിയാണ്. 108.75 സ്ക്വയർ ഫീറ്റ്, 108.75 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലുപ്പം. മീറ്റർ സ്ക്വയറിലേക്ക് മറിക്കുന്നത് 10.103 മീറ്റർ സ്ക്വയർ, 10.103 മീറ്റർ സ്ക്വയർ ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലുപ്പം. ഇവിടെ 2 ഭിത്തികളിൽ ജനാലയില്ല. ഇവിടെ ഈ ഒരു ഭിത്തിയിൽ 3 പാളികളുടെ ജനാല. സത്യം പറഞ്ഞാൽ 2 ഭിത്തികളിലും ജനാലയുള്ള കുറച്ചുകൂടെ വെന്റിലേഷൻ ഒന്നായിരിക്കും അല്ലേ? നിങ്ങളുടെ അഭിപ്രായം അതല്ലേ? കമന്റ് പറയണം കേട്ടോ. അപ്പൊ എന്താ ഇവിടെയായിട്ട് നമുക്ക് വാർഡ്രോബിനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറേ റിമോട്ട്സ് കേട്ടോ. ഇവിടുത്തെ BLDC ഫാൻസിന്റെ ആണ് കേട്ടോ. കുറേ റിമോട്ട് ഇവിടെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ഇവരിവിടെ. അപ്പോൾ വാർഡ്രോബിനകത്ത് ഇവിടെയും ഡ്രസ്സിംഗ് ഏരിയ സ്പെസിഫൈ ചെയ്ത് വേറെ കൊടുത്തിട്ടില്ല. ഈ ഒരു സെൻട്രൽ പോർഷനകത്ത് ഇവർ ആ ഒരു മിറർ കൊടുത്തിട്ടുണ്ട് എന്നല്ലാതെ വേറെ അതിനുവേണ്ടി സെപ്പറേറ്റ് ഒരു സ്പേസ് ഒന്നും കൊടുത്തിട്ടില്ല. താഴത്തെ ഡ്രോകളും മറ്റുമൊക്കെ ആയിട്ട് ആവശ്യത്തിന് സ്ഥല സൗകര്യം കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിലെ ടൈലുകൾ സെയിം ടൈലുകൾ തന്നെയാണ്, അതിനകത്ത് മാറ്റമൊന്നുമില്ല. ഇനി സീലിംഗിലേക്ക് നോക്കി കഴിഞ്ഞാൽ നല്ലൊരു ജിപ്സം സീലിംഗ് വർക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാം. അവിടെയും ആ ഒരു ബ്ലാക്കിനകത്ത് അല്ല വൈറ്റിനകത്ത് ഒരു ബ്ലാക്ക് ബ്യൂട്ടിയെ കൊണ്ട് വെച്ചിരിക്കുന്ന തരത്തിൽ ഒരു ലൂക്കൻ്റെ ഒരു BLDC ഫാനെ കൊടുത്തേക്കുന്നതാണ്. നല്ല ഭംഗിയുള്ള ഒരു സീലിംഗ് വർക്കും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് നമുക്ക് പോവാം. ഈ ഒരു ഭാഗത്തായിരുന്ന ബാത്റൂമിന്റെ സ്ഥാനം സെയിം FRP ഡോസ് യൂറോഡോറിന്റെ ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഉള്ളിലേക്ക് കയറിയാലോ? ബാത്റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതും മറ്റേ ആദ്യം കണ്ട ബാത്റൂമിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇച്ചിരി ചെറുതാണ്, പക്ഷേ വലുപ്പമുണ്ട്. നോർമൽ ബാത്റൂമുകളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ആവശ്യമുള്ള വലുപ്പമുണ്ട്. ഇവിടെ ആയിട്ടാണ് ക്ലോസറ്റ് ഏരിയ, വാൾ മൗണ്ട് ആയിട്ടുള്ള ക്ലോസറ്റ് സെറ്റ് സെറയുടെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ ആയിട്ട് എയർ വെന്റിലേഷൻ വിൻഡോ വരുന്നുണ്ട്. സീലിംഗിനകത്തായിട്ടാണ് ഇവർ ഈ എക്സോസ്റ്റ് ഫാനെ കൊടുത്തിരിക്കുന്നത്, അതേപോലെ തന്നെ LED ലൈറ്റുകളെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്ത് ഏരിയയുടെ ഒരു റെയിൻ ഷവർ. എല്ലായിടത്തും സീലിംഗിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ആ ഒരു ഫിറ്റിംഗ്സ് വരുന്നത്. എല്ലാം സെറയുടെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത് കേട്ടോ. ഇനി ഇവിടെ നമ്മുടെ വാഷ് ബേസിൻ വരുന്നത് സെറയുടെയാണ് വാഷ് ബേസിൻ വരുന്നത്. മിറർ കൊടുത്തിട്ടുണ്ട്, LED ലൈറ്റുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട്. മുകളറ്റം വരെയും ടൈലുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോ താഴത്തെ 2 ബെഡ്റൂമുകളും നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലെ? അപ്പോൾ ഒരു ബെഡ്റൂം നല്ല വലിയ ബെഡ്റൂമാണ്, ഒരു ബെഡ്റൂം ഒരു ചെറിയ ബെഡ്റൂമാണ്, ഒരുപാട് വലിയ ബെഡ്റൂം അല്ല. പക്ഷേ ബാത്റൂം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം രണ്ടും കുഴപ്പമില്ലാത്ത സ്പേസ് ഉള്ള ബാത്റൂമുകളാണ്. അപ്പോൾ താഴത്തെ നില പൂർണ്ണമായിട്ടും കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു സംതൃപ്തി തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ താഴത്തെ നില കണ്ടു കഴിഞ്ഞപ്പോൾ? ഇനി നമുക്ക് മുകളിലേക്ക് കയറിയാലോ? അപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് സ്റ്റെയർ നമുക്ക് കാണാം. സ്റ്റെയറിൽ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നല്ലേ? സ്റ്റെയർ നോക്കിയേ, സാധാരണ സ്റ്റെയറിൽ എത്തിരി ദൂരോട്ട് മറിഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ആ ഒരു സ്റ്റെയറിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റെയറിൻ്റെ അടിയിൽ കുറച്ച് സ്പേസ് ഉണ്ടോ. ആ ഡിസൈൻ സാധാരണ നമ്മൾ കാണുന്ന തടിയൊക്കെ വെച്ച് പണിതിരിക്കുന്ന സ്റ്റെയറിൻ്റെ അതേ ഡിസൈൻ. ഇത് കോൺക്രീറ്റ് ആണ്, പൂർണ്ണമായും കോൺക്രീറ്റ് ആണ്. അപ്പോൾ അതിനകത്ത് കൊടുത്തേക്കുന്ന ആ ഒരു ടൈലുകൾ ആ ഒരു വുഡിൻ്റെ ഡിസൈൻ വരുന്ന ടൈലുകളാണ്. ഇനി കൈവരികളുടെ കാര്യം നോക്കിയാൽ ടഫ് ഗ്ലാസും അതേപോലെ തന്നെ തേക്കാണ് ഇവിടെ കൈവരികൾക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് ഈ കാണുന്ന പ്രൊഫൈൽ ലൈറ്റുകൾ തന്നെയാണ് കേട്ടോ. ഈ നമ്മൾ നടന്നു പോകുന്ന ഭാഗത്ത് കൊടുത്തിരിക്കുന്ന ഈ പ്രൊഫൈൽ ലൈറ്റുകൾ തന്നെയാണ് എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന പർഗോള. ആ പർഗോളകൾക്കിടയിൽ എല്ലാം LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ബാക്കിലായിട്ട് ഗ്ലാസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ആ ഒരു പർഗോള ഒരുക്കിയിരിക്കുന്നത്. ഇനി സ്റ്റെയർ കയറി നമ്മൾ നേരെ മുകളിലേക്ക് വരികയാണ്. നല്ലൊരു വിശാലമായ ഒരു അപ്പർ ലിവിങ് ഏരിയ ഇവരോട് കൊടുത്തിട്ടുണ്ട്. ഒരു ഫാമിലി ലിവിങ് സ്പേസിന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമ്മുടെ TV യൂണിറ്റ് ഏരിയ നമുക്ക് കാണാൻ പറ്റും. വലിയ TV തന്നെ വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള TV യൂണിറ്റ് ഏരിയ ആണ്. മുകളിലത്തെ TV യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞുകൊണ്ട് ഒട്ടും കുറവുകളൊന്നും കൊടുത്തിട്ടില്ല. താഴത്തായിട്ട് ആ TV വെക്കാനുള്ള അനുബന്ധം വേണം വെക്കാനുള്ള സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. TV യൂണിറ്റ് ഏരിയ സാധാരണ ഇതിൽ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും വേണ്ട കാര്യമാണ്. സെറ്റ് ഇടാനുള്ള സ്പേസും അതല്ലെങ്കിൽ ഇരിക്കാൻ കസേരകൾ ഇടാനുള്ള സ്പേസും ഇവിടെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. വലിയ സെറ്റുകൾ തന്നെ നമുക്ക് ഇവിടെ ഇടാൻ പറ്റും. ഈ ഒരു ഫാമിലി ലിവിങ് ഏരിയ സൂപ്പർ സ്പേഷ്യസ് ആണെന്ന് തന്നെ നമുക്ക് പറയാം. ഇനി ഇവിടെയായിട്ട് ആ ഒരു പർഗോള നിങ്ങൾ ഇങ്ങനെ ഒന്ന് കണ്ടു നോക്കിയേ, കണ്ടാ? ഇനി അതേപോലെ തന്നെ മുകളിലും പർഗോളയുണ്ട് കേട്ടോ. അതുകൂടെ നിങ്ങൾ കാണണം. സൺലൈറ്റിനെ വീടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ ഈ ഒരു പർഗോളകൾക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ സൺലൈറ്റിനെ ഉള്ളിലോട്ട് കൊണ്ടുവരാൻ ആ ഒരു ഭാഗത്തിന് സാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതാണ്. പിന്നെ ഇവിടുത്തെ സീലിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഫ്ലോറിംഗ് നോക്കിക്കഴിഞ്ഞാൽ നോർമൽ ഫ്ലോറിംഗ് തന്നെയാണ്. താഴത്ത് നമ്മൾ കണ്ട സെയിം ഡിസൈൻ തന്നെയാണ്. ഇനി ഇവിടെ സീലിംഗിലേക്ക് നോക്കിയേ, വാവ്, കൊള്ളാല്ലേ? നല്ല ഡിസൈൻ, വെറൈറ്റി ഡിസൈൻ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഡിസൈൻ വീടിൻ്റെ സീലിങ്ങിന് പലയിടത്തും കാണുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ സ്റ്റാൻഡേർഡിൻ്റെ ഒരു ഫാൻ ഉപയോഗിച്ചേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. വാം കളറിലുള്ള LED ലൈറ്റ്സും മിൽക്കി വെയിറ്റിനുള്ള ലൈറ്റ്സുമാണ് മൊത്തത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് 2 ബെഡ്റൂമുകളാണ് കാണാനുള്ളത്. അപ്പോൾ ഇവിടെയായിട്ട് നമുക്ക് ആദ്യം ഈ ബെഡ്റൂം കണ്ടാലോ. താഴത്തെ നിലയിൽ നമ്മൾ ചെറിയ ബെഡ്റൂം കണ്ടില്ലേ, അതിൻ്റെ സ്ഥാനത്താണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇതൊരു ചെറിയ ബെഡ്റൂം ആയിരിക്കും എന്നല്ലേ? പക്ഷെ തെറ്റി, ഇത് വലിയ ബെഡ്റൂമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, നീളവും വീതിയും നമുക്ക് നോക്കാം. വീതിയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം
9.55 അടിയാണ് വീതി വരുന്നത്. നീളത്തിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ 17.61 അടിയാണ്. 168.11 സ്ക്വയർ ഫീറ്റ്. 168.11 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലിപ്പം. മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ 15.618 മീറ്റർ സ്ക്വയർ, 15.618 മീറ്റർ സ്ക്വയർ ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലിപ്പം. ദാ ഇവിടെ നോക്കിയേ, വലിയ ജനാല. നമ്മൾ ഫോമൽ ലിവിംഗ് ഏരിയയിൽ നമ്മൾ കണ്ടു കാർ പോർച്ചിലേക്ക് തുറക്കുന്ന ജനാല, സെയിം ഡിസൈൻ ജനാല തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇനി അതേപോലെ തന്നെ വാർഡ്രോബ് നോക്കിയേ, ഇവിടുത്തെ വാർഡ്രോബ് കുറച്ചുകൂടെ വലുതാണ്. ഡിസൈനിലേക്ക് അല്പസ്വല്പം വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ ആയിട്ട് ഒരു ഡ്രസ്സിംഗ് മിറർ, അതിനുള്ളിലായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ, ഓപ്പൺ സ്റ്റോറേജ്. എനിക്കൊന്നും ഇവിടെയും LED ലൈറ്റുകൾ വരേണ്ടതുണ്ട്, അതിനകത്ത് വയേഴ്സ് കിടക്കുന്ന നമുക്ക് കാണാൻ പറ്റും. ഇവിടെയായിട്ട് സ്റ്റോറേജ് സ്പേസ്, ഉള്ളിലായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഫ്ലോറിങ്ങിന്റെ ടൈൽ നോക്കിയേ, സെയിം നമ്മൾ ലിവിങ്ങിലും ഡൈനിങ്ങിലും മുകളിലും ഒക്കെ കണ്ട എല്ലാ ടൈലുകളും ഒരേ ഡിസൈൻ തന്നെ. സീലിംഗ് നോക്കിയേ, ആ ഒരു നീളൻ ബെഡ്റൂമിന് കണക്കാവുന്ന തരത്തിൽ തന്നെ ആ ഒരു ഡിസൈനിൽ തന്നെയാണ് അവർ ആ ഒരു സീലിംഗ് വർക്കിനെ ഒരുക്കി വളരെ ഭംഗിയായിട്ട് തന്നെ, ഒട്ടും ബോറാക്കാത്ത തരത്തിൽ തന്നെ ലൂക്കറിന്റെ ഒരു BLDC ഫാനും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ആയിട്ടാണ് ബാത്റൂമിന്റെ സ്ഥാനം. സെയിം നമ്മൾ അടുത്ത് കണ്ട യൂറോഡോറിന്റെ FRP ഡോസ് തന്നെയാണ് ഇവിടെ വരുന്നത്. ബാത്റൂമിലേക്ക് കയറിയാൽ എനിക്കൊന്ന് ആ ബാത്റൂം ഈ ബാത്റൂം ഒരേ വലുപ്പം തന്നെയാണ്. അപ്പോൾ ബാത്ത് ക്രമീകരണങ്ങളെല്ലാം ഇവിടെ തന്നെയാണ് ബാത്ത് ഏരിയ വരിക. അപ്പോൾ സെയിം ഫിറ്റിംഗ്സ് ആണ്. മുകളിലത്തെ ബാത്റൂം ആണെന്ന് പറഞ്ഞ് അതിനകത്ത് ഫിറ്റിംഗ്സിൽ കുറവുകളൊന്നും വരുത്തിയിട്ടില്ല. ഇനി ഇവിടെയായിട്ട് വാൾ മൗണ്ട് ആയിട്ടുള്ള സെയിം ക്ലോസറ്റ് സെറ്റ് തന്നെ, സെറയുടെ ക്ലോസറ്റ് സെറ്റ് തന്നെ, അതിനകത്ത് മാറ്റമൊന്നുമില്ല. ഇവിടെയായിട്ട് എയർ വെന്റിലേഷൻ വിറ്റോ ഏറ്റവും മുകളിൽ വരെയും ടൈലുകൾ ഒട്ടിച്ചിരിക്കുന്നു. ഹീറ്ററിനുള്ള പോയിന്റ് ഇവിടെ കൊടുത്തിരിക്കുന്നു. സീലിംഗിലായിട്ട് എക്സോസ്റ്റ് ഫാൻ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഉഷയുടെയാണ്. സീലിംഗിൽ തന്നെ LED ലൈറ്റുകളെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് വാഷ് ബേസിൻ, സെറയുടെ ബേസിൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മിററും കൊടുത്തിട്ടുണ്ട്, LED ലൈറ്റിനുള്ള പോയിന്റും ഉണ്ട്. അപ്പോൾ ബാത്റൂമിന് അങ്ങനെ മറ്റു കാര്യങ്ങളൊന്നും കുറവോ വ്യത്യാസങ്ങളോ ഒന്നും തന്നെ ഇവർ വരുത്തിയിട്ടില്ല. ഇനി ഈ ബെഡ്റൂമിന് മാത്രമുള്ള മറ്റൊരു പ്രത്യേകതയുണ്ട്, ഇവിടെ ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് ഈ ബെഡ്റൂമിന് വേണ്ടി മാത്രം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മറ്റേ ബാൽക്കണിയിൽ നിന്ന് കയറാവുന്ന തരത്തിലുള്ള സ്പേസ് എന്നല്ല, ഇതിനായിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ബാൽക്കണി സ്പേസിനെ ഇവർ കൊടുത്തിട്ടുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതെ ഇവിടെ നോക്കിയേ, ഒരു ചെറിയ സ്പേസ് ആണ്, ഒരുപാട് വലിയ സ്പേസ് ഇല്ല. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് തേക്കാണ് തടി ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ സ്ക്വയർ ട്യൂബ് വെച്ചിട്ടാണ് ഈ ഒരു കൈവരികൾ ഇത് നിർമ്മിച്ചിരിക്കുന്നത്. കളർ കോമ്പിനേഷൻ നമ്മൾ പുറത്ത് നിന്ന് കണ്ടപ്പോൾ ഒരു ബ്രൗൺ കണ്ടിരുന്നു, ആ ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇവിടെ വരുന്നത്. ഇപ്പം ഇവിടെയായിട്ട് ആ ഒരു ലൈറ്റ് കൊടുത്തേക്ക് നോക്കിയേ, ഈ ലൈറ്റിൻ്റെ ഒക്കെ ഭംഗി ഇവിടെ വന്ന് അടുത്ത് കാണുമ്പോഴേ കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി നമുക്ക് ഈ വീട്ടിലെ 4ാമത്തെ ബെഡ്റൂമിലേക്ക് നമുക്ക് കയറിയാലോ. വാ, ഇവിടെ നമ്മളുടെ ഈ കണ്ട TV യൂണിറ്റ് ഏരിയയോട് ചേർന്നുകൊണ്ട് നമ്മൾ താഴത്ത് ആദ്യം കണ്ട വലിയ ബെഡ്റൂമില്ലേ, അതേ സ്ഥാനത്ത് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിന്റെ സ്ഥാനം. നമുക്ക് കയറാം, ഉള്ളിലേക്ക് കയറാം. അപ്പോൾ ഡോറെല്ലാം തടി കൊണ്ടുള്ള ഡോറുകൾ തന്നെയാണ്. ഈ ബെഡ്റൂമിലും താഴത്ത് നമ്മൾ ആ മാതിരി കണ്ട മാതിരി ഇവരിവിടെ ആ ഒരു കട്ടിലേക്ക് അതേപോലെ കൊടുത്തേക്കാണ് കേട്ടോ. അങ്ങനെ രസമുണ്ട് ആ കട്ടിലേക്ക് കൊടുത്തേക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ കട്ടിൽ നേരെ താഴത്ത് എന്തൊക്കെ സൗകര്യങ്ങളുണ്ടോ താഴത്ത് ഇവിടെ സ്റ്റോറേജ് സ്പേസ് നമ്മൾ കണ്ടാണ്. അതേ സ്റ്റോറേജ് സ്പേസിന് ഇവിടെയും കൊടുത്തിരിക്കുന്നു. ഫുൾ മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. സൈഡ് ടേബിളുകൾ കൊടുത്തിരിക്കുന്നു കൃത്യമായിട്ട്. അതിലൊക്കെ LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൃത്യമായിട്ട്. എനിക്കൊന്നും ഇനി ലൈറ്റുകൾ ഉണ്ടെന്ന് തോന്നുന്നു. അതെ, വേറെ ലൈറ്റുകളും ഉണ്ട് കേട്ടോ. നമ്മൾ ലൈറ്റുകൾ ഇടാൻ വിട്ടുപോയിരുന്നു. അപ്പോൾ ആ രീതിയിലുള്ള സൗകര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. 2 ഭിത്തികളിലും ജനാലകൾ, 3 പാളികളുടെ വീതമാണ് 2 ഭിത്തികളിലെയും ജനാലകൾ വരുന്നത്. ആ കാര്യത്തിലൊക്കെ നല്ല സൗകര്യത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനിതാ വാർഡ്രോബിന്റെ കാര്യം നോക്കാം. താഴത്ത് നമ്മൾ കണ്ടിരുന്നു ഭിത്തിക്ക് ഉള്ളിലേക്ക് കയറ്റി വെച്ചിരിക്കുന്ന തരത്തിലുള്ള വാർഡ്രോബ്. അതേ വാർഡ്രോബിനെ തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. അതിനകത്ത് മാറ്റമൊന്നുമില്ല. ഫ്ലോറിലെ ടൈലുകൾ സെയിം തന്നെയാണ്, ആവർത്തിക്കുന്നില്ല. സെയിം ഡിസൈൻ തന്നെ. സീലിംഗിലേക്ക് നമുക്ക് നോക്കാം. സീലിംഗ് നല്ല വ്യത്യസ്തമായ ഡിസൈൻ തന്നെ കൊടുത്തിരിക്കുന്നു. BLDC ഫാൻ കൊടുത്തിരിക്കുന്നു. അതേപോലെ തന്നെ LED സ്ട്രിപ്പ് ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ലൈറ്റുകളെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെയായിട്ടാണ് നമ്മുടെ ബാത്റൂമിന്റെ സ്ഥാനം. യൂറോഡോറിന്റെ ഫൈബർ ഡോറുകൾ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. നമുക്ക് ബാത്റൂമിലേക്ക് കയറിയാലോ. നമ്മൾ ആദ്യത്തെ ബാത്റൂം കണ്ടില്ലേ, അതേപോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയ ബാത്റൂമാണ്. ഇവിടെ ലാസ്റ്റ് പോർഷനിലായിട്ട് ഇവിടെയാണ് ക്ലോസറ്റ് ഏരിയ വരിക. അപ്പോൾ സെറയുടെ വാൾ മൗണ്ട് ആയിട്ടുള്ള ക്ലോസറ്റ് സെറ്റ് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഇവിടെയായിട്ട് എയർ വെന്റിലേഷൻ വിൻഡോ വരുന്നുണ്ട്. അതിനോട് ചേർന്നുകൊണ്ട് ഹീറ്ററിനുള്ള പോയിന്റ് കൊടുത്തേക്കുന്നത് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഏറ്റവും മുകളിലായിട്ട് സീലിംഗ് ഫാൻ, സീലിംഗിൽ എക്സോസ്റ്റ് ഫാൻ കൊടുത്തേക്കുന്ന LED ലൈറ്റുകൾ കാണാൻ പറ്റും. അവിടെ നമ്മുടെ ബാത്ത് ഏരിയയിലെ റെയിൻ ഷവർ വരാനുള്ള പോയിന്റ് കൊടുത്തേക്ക് നമുക്ക് കാണാം. സെൻട്രലായിട്ടാണ് ആ ഒരു ബാത്ത് ഏരിയ വരിക. ഈ ഒരു ഫിറ്റിംഗ്സ് എല്ലാം സെയിം, എല്ലാ ബെഡ്റൂമിലും സെയിം ആണ്, ബാത്റൂമിലും സെയിം ആണ്. സെയിം ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇങ്ങേറ്റത്തായിട്ടും വാഷ് ബേസിൻ വരുന്നു, സെറയുടെ ബേസിൻ. മുകളിലായിട്ട് മിററും കൊടുത്തേക്ക് നമുക്ക് കാണാം. ഇവിടെ LED ലൈറ്റിന്റെ പോയിന്റ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തും മുകളറ്റം വരെയും ടൈലുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 4 ബെഡ്റൂമും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് കാണാനുള്ളത് ഈ വീടിന്റെ മെയിൻ ബാൽക്കണിയാണ്.
അപ്പോൾ നമുക്ക് ബാൽക്കണിയിലേക്ക് പോകാം. അപ്പോൾ ബാൽക്കണിയിലേക്ക് പോകാൻ ഇവിടെയും ഒരു ഇടനാഴി സ്പേസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ ആ ഒരു ഡബിൾ ഹൈറ്റ് ആയിട്ട് വരുന്ന ഭാഗത്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു ഹാങ്ങിങ് ലൈനിലേക്ക് കുറച്ചുകൂടെ അടുത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. വളരെ ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ഇതിനകത്ത് രണ്ട് വ്യത്യസ്തമായ നിറങ്ങളുണ്ട് കേട്ടോ. ഇനിയൊരു നമുക്ക് വേണമെങ്കിൽ ഒരു വാം കളർ ടോണിലുള്ളതും കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമുക്ക് ഓരോ മൂഡ് അനുസരിച്ച് നമുക്ക് മാറ്റാനായിട്ട് പറ്റും കേട്ടോ. ഇതാ ഇവിടെ ആയിട്ട് ഒരു 3 പാളികളുടെ ജനാല കൊടുത്തിട്ടുണ്ട് ആ ഒരു ഭാഗത്തായിട്ട്. അതേപോലെ തന്നെ ഇവിടെ ആയിട്ട് ഡോർ കൊടുത്തിട്ടുണ്ട്. ഈ ഡോർ തുറന്നാൽ നമുക്ക് നേരെ നമ്മുടെ ബാൽക്കണി സ്പേസിലേക്ക് വരാം. താഴത്തോട്ട് സിറ്റ് ഔട്ട് ഇല്ല എന്നുള്ള ആ ഒരു വിഷമം അങ്ങ് മാറ്റി വെച്ചേക്കാം. നോക്കി എന്താ സ്പേസ് ഒന്ന് നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബാൽക്കണി ഏരിയയിൽ. അപ്പോൾ ഇവിടെ കൈവരികളുടെ കാര്യം പറഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ സ്ക്വയർ ട്യൂബും ടഫ് ഗ്ലാസുമാണ് ഇവിടെ കൈവരികൾക്കായിട്ട് കൊടുത്തത്. നല്ല സ്പേസ് ഉണ്ട് കേട്ടോ, നല്ല സ്ഥല സൗകര്യം ഉണ്ട്, ഇല്ല നമുക്ക് പറയാൻ പറ്റില്ല. നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ബാൽക്കണി സ്പേസിന് ഇവർ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് കാണാനുള്ളതും നമുക്കൊരു യൂട്ടിലിറ്റി സ്പേസ് ആവശ്യമാണല്ലേ, പക്ഷേ അതിനോടൊപ്പം തന്നെ ഒരു സ്റ്റഡി ഏരിയ കൂടെ കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? അതെ, അത്തരത്തിലാണ് ഇവിടെ ഇവർ സ്റ്റഡി ഏരിയയും യൂട്ടിലിറ്റീസ് ഏരിയയും കൂടെ ഒരുമിച്ച് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ടാണ് ഇവർ ആ ഒരു സ്റ്റഡി ഏരിയ, സ്റ്റഡി ടേബിൾ ചെയ്തിട്ടുണ്ട്, കുട്ടികൾക്ക് ബുക്ക് വെക്കാനുള്ള കുഞ്ഞു ഷെൽഫ് ചെയ്തിട്ടുണ്ട്, മുകളിലായിട്ടും സ്റ്റോറേജ് സ്പേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനായിട്ട് പറ്റും. താഴത്ത് നിങ്ങൾക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസ് ഉണ്ട്, ഇവിടെ നിങ്ങൾക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇനി ഇവിടെ 2 ഒറ്റപ്പാളികളുടെ ജനാല കൊടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു ഭാഗം നോക്കിയേ, സിമ്പിൾ ആയിട്ടുള്ള സീലിംഗ് വർക്കുകൾ വരെ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം സ്ക്വയർ ഫീറ്റിനകത്ത് ഉൾപ്പെടുന്ന സ്ഥലം തന്നെയാണ്. അതല്ലെങ്കിൽ നോർമൽ ചില ബിൽഡർമാർ ചെയ്യുന്ന പോലെ ഷീറ്റ് ഇട്ടിട്ട് സ്ക്വയർ ഫീറ്റിൽ ഉൾപ്പെടുത്തിയ ഒരു ഏരിയ അല്ല, പക്ക കോൺക്രീറ്റ് ചെയ്തൊരു സ്പേസ് ആണ്. ഇനി ഇവിടെ ഈ കാണുന്ന ഡോർ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെറസിലേക്ക് കയറാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏകദേശം നേരം ഇരുട്ടിയിട്ടുണ്ട്, അപ്പോൾ എത്രത്തോളം വീഡിയോയിൽ വ്യക്തമാണെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ടെറസിലേക്ക് കയറാൻ പറ്റും. അപ്പോൾ ജിയുടെ സ്ക്വയർ ട്യൂബ് വെച്ചിട്ടാണ് ഈ ഒരു പടികൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റെയർ കയറി നമുക്ക് നേരെ ഈ ഒരു വീടിൻ്റെ ടെറസിലേക്ക് വരാം. അപ്പോൾ ടെറസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് ചുറ്റുപാട്. എനിക്കറിയില്ല എത്രത്തോളം ക്ലിയർ ആണ് എന്നുള്ളത്, വിഷൻ എത്രത്തോളം. അപ്പോൾ ഇവിടെ ചുറ്റുപാടും വീടുകൾ നമുക്ക് കാണാൻ പറ്റും, തൊട്ടടുത്ത് തന്നെ വീടുകളുണ്ട്. അതേപോലെ തന്നെ അവിടേക്ക് നോക്കിയാൽ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ഭാഗത്തായിട്ട് കേട്ടോ. അതേപോലെ ഇവിടെ ആയിട്ട് വാട്ടർ ടാങ്ക്, ഏകദേശം 1500 ലിറ്റർ വരുന്ന ഒരു വാട്ടർ ടാങ്ക് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ പർഗോള നോക്കിയേ, ഇവിടെ ആയിട്ട് ആ ഒരു പർഗോളയും നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ വീടിൻ്റെ ആ ഒരു ഷേപ്പ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗത്താണ്. ഇവിടെ നമുക്ക് ഷിംഗിൾസ് ആണ് ഈ ഒരു ഭാഗത്തായിട്ട് ഇവരിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീടൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി അറിയേണ്ടത് നിങ്ങളുടെ വീടിൻ്റെ വില എന്താണെന്നുള്ളതാണ്. ഈ വീടിന് അവർ ചോദിക്കുന്നത് 1,30,00,000 രൂപയാണ്. അപ്പോൾ ഈ 1,30,00,000 2400 സ്ക്വയർ ഫീറ്റ്. ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, എങ്ങനെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ സ്ഥലത്തിൻ്റെ വാല്യൂ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. പഴയ വിലയൊന്നും അല്ല, ഇപ്പം വിലയൊക്കെ വളരെയേറെ കൂടിയിരിക്കുകയാണ്. അതായത് ഇപ്പോൾ എടപ്പള്ളിയിലേക്ക് ഞാൻ പറഞ്ഞു ഇവിടെ 6 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ ഇൻഫോ പാർക്കിലേക്ക് 4 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ വളരെ അടുത്തായിട്ട് തന്നെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ ലാൻഡിൻ്റെ വില ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭാഗങ്ങളിലെല്ലാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീടിന് ഇത്രയും പ്രൈസ് വരുന്നത്, 1,30,00,000 എന്ന് പറഞ്ഞൊരു പ്രൈസ് വരുന്നത്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നമ്പർ എടുക്കുക, നിങ്ങൾ വിളിച്ചിട്ട് സ്ഥലം വന്ന് കാണുക, വീട് കാണുക, പണികൾ കാണുക, ചെയ്തു വെച്ചേക്കുന്നത് എന്തൊക്കെയാണ്, ഞാൻ പറഞ്ഞേക്കുന്നത് എന്തൊക്കെയാണ്, ചിലപ്പോൾ ഉള്ളതാണോ കള്ളമാണോ എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പോൾ ഇതൊക്കെ നോക്കി കണ്ട് വിലയിരുത്തുക, എന്നിട്ട് മാത്രം നല്ല ഡീലിലേക്ക് എത്തുക. തീർച്ചയായിട്ടും ബാർഗെയിൻ ചെയ്യുക, അതൊക്കെ നിങ്ങളുടെ ആ കാര്യം തന്നെയാണ്. കാണിക്കുക എന്നുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്വം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം അതുപോലെ തന്നെ ഞാൻ എടുത്ത് വീണ്ടും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുകയോ വെറുപ്പിക്കുകയോ ചെയ്യുന്നില്ല. കാരണം അതൊക്കെ നിങ്ങൾ ചെയ്യുമെന്നറിയാം. നിങ്ങൾ കാണുന്ന ആളുകൾ കമൻറ്റ് ചെയ്യണം, അത് മാത്രം ഒരു റിക്വസ്റ്റ് ഉണ്ട് കേട്ടോ. വീണ്ടും ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്, നിങ്ങൾ കമൻറ്റുകൾ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. ഞങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ഞങ്ങൾ പല വീഡിയോസിനത് ഇടയ്ക്ക് വെച്ച് പാറ്റേൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന മറ്റൊന്നുമല്ല. വീഡിയോ പഴയ ആളുകൾക്ക് കാണുന്നവർക്ക് ബോറടിക്കുന്നുണ്ടോ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ പറയാം. അത് തീർച്ചയായിട്ടും ഞങ്ങൾ വിലയിരുത്തുന്നതായിരിക്കും. അപ്പോൾ അത് കമൻറ്റുകൾ ഞങ്ങൾ സ്വീകരിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ബൈ.